നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സീരിയൽ സംവിധായകൻ ആദിത്യനെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സൂപ്പർ ഹിറ്റ് പരമ്പരകളുടെ അമരക്കാരൻ ആദിത്യൻ എന്ന ഷെജിയുടെ മരണം ഇന്നും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കേറെ വിങ്ങലാണ്. സാന്ത്വനം പരമ്പര സൂപ്പർ ഹിറ്റായി TRP റേറ്റിംഗിൽ മുൻപിൽ നിൽക്കുമ്പോഴാണ് ആദിത്യൻ മരണമടയുന്നത്. സാന്ത്വനം, വാനമ്പാടി, ആകാശദൂത് തുടങ്ങിയ ജനപ്രിയ സീരിയലുകളുടെ സംവിധായകനായിരുന്നു അദ്ദേഹം. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ആദിത്യന്റെ വിടവാങ്ങൽ. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചുവെന്നാണ് സഹപ്രവർത്തകർ പറഞ്ഞത്. സാന്ത്വനം പരമ്പര സൂപ്പർ ഹിറ്റായി TRP റേറ്റിംഗിൽ മുൻപിൽ നിൽക്കുമ്പോഴാണ് ആദിത്യൻ മരണമടയുന്നത്. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. ഭാര്യ രോണു ചന്ദ്രൻ. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും മിക്ക വിശേഷങ്ങളും രോണു പങ്കിടാറുണ്ട്. ഇപ്പോഴത്തെ രോണുവിന്റെ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഒരാളുടെ കഴിവിന്റെ അംഗീകാരം. വർഷം 1.5 ഇപ്പോഴും അവാർഡുകൾ ഭദ്രമായി തന്നെയുണ്ട്. ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് രോണു കുറിച്ചു. അതിന് താഴെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പ്സ് ഫോട്ടോസും. സ്ഥലപരിമിതി കാരണം അത് അലമാരയിൽ വെച്ചു. സൊമാറ്റോ ബാഗ് ഒരിക്കൽ ഞാൻ ആ ഡെലിവറി ജോലിക്ക് പോകാൻ വാങ്ങിയതാ. അതിലുമുണ്ട് മക്കളുടെയും ചേട്ടന്റെയും സ്കൂൾ കോളേജ് കാലത്തിലെ ചെറിയ ട്രോഫികൾ. രോണു കുറിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ വേദനയോടെ കഴിയുകയാണ് രോണു. ഒപ്പം കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ രോണുവിന്റെ ചുമലിലും. രോണുവിന്റെ പോസ്റ്റിൽ നിന്നും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി രോണു എത്രത്തോളം കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് വ്യക്തം. അവാർഡുകൾ ഏറെ വാരിക്കൂട്ടിയ പരമ്പരയാണ് സാന്ത്വനം. രജപുത്രയുടെ ബാനറിൽ ഒരുങ്ങിയ പരമ്പര വാനമ്പാടിയുടെയും അമരക്കാരനായിരുന്നു ആദിത്യൻ. തമിഴ് സീരിയലിന്റെ റീമേക്കാണ് സാന്ത്വനം. അതിനെ മലയാളത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആദിത്യന് ഉള്ളതാണെന്നാണ് സഹപ്രവർത്തകർ ഇപ്പോഴും പറയുന്നത്. ശിവാഞ്ജലി പ്രണയത്തിന്റെ സ്വീക്വൻസുകൾ അത്രയും മനോഹരമായിട്ടാണ് ആദിത്യൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കുടുംബ ബന്ധങ്ങളുടെ കഥ ഇത്രത്തോളം ആഴത്തിൽ വിവരിക്കുന്ന ഒരു സംവിധായകൻ ഉണ്ടോ എന്ന് ആദിത്യന്റെ സീരിയലുകൾ കാണുന്ന ആർക്കും തോന്നിപ്പോകും. ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന്. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിൽ ഒരു സമയം മുതൽ ആദിത്യനെ കൈപിടിച്ചുയർത്തിയത് നടി ചിപ്പിയും ഭർത്താവും നിർമ്മാതാവുമായിരുന്ന രഞ്ജിത്ത് രജപുത്രയുമായിരുന്നു. ആദിത്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൺകണ്ട ദൈവമാണ് രഞ്ജിത്തും ചിപ്പിയും. കാരണം വെല്ലുവിളി നിറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും താങ്ങായി തണലായി നിന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. വീട്ടിൽ ഒരു പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് രഞ്ജിത്ത് സാറിന്റെ ഫോട്ടോ പൂജിക്കുമെന്നാണ് ആദിത്യൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളത്. മുടങ്ങിപ്പോകുമെന്നോർത്ത അദ്ദേഹത്തിന്റെ സീരിയൽ ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോയി സൂപ്പർ ഹിറ്റാക്കിയത് രഞ്ജിത്താണ്. ആ സമയത്തായിരുന്നു ആദിത്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധികം വെല്ലുവിളികൾ നേരിട്ടത്. രോണുവുമായി പ്രണയവിവാഹമായിരുന്നു ആദിത്യന്റേത്. സംവിധായകനാകാനുള്ള അടങ്ങാത്ത മോഹം കൊണ്ട് മറ്റു ജോലികളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് നിന്നുപോയ സീരിയൽ സംപ്രേഷണം രഞ്ജിത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് വീണ്ടും തുടങ്ങാൻ കഴിഞ്ഞത്. 10 ലക്ഷത്തിന്റെ ബാധ്യത തീർത്താണ് സ്വതന്ത്ര സംവിധായകനായ രഞ്ജിത്ത് ആദിത്യനെ മാറ്റിയത്. നിരന്തരമായി രഞ്ജിത്തിന്റെ വീട്ടിൽ കഥ പറയാനായി ആദിത്യൻ കയറി ഇറങ്ങുമായിരുന്നു. കയ്യിൽ ഒരു സഞ്ചിയും തൂക്കി താൻ ചെല്ലുന്ന ആ കാഴ്ച കണ്ടിട്ടാകണം ചിപ്പി ചേച്ചി തനിക്ക് വേണ്ടി രഞ്ജിത്ത് സാറിനോട് സംസാരിച്ചത് എന്നാണ് ആദിത്യൻ മുൻപൊരിക്കൽ പറഞ്ഞത്. ഒരുപക്ഷെ രഞ്ജിത്ത് സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയും കഴിവുള്ള കലാകാരനെ ലോകം കാണാതെ പോയേനെ എന്നാണ് വാസ്തവം. എന്റെ ജീവിതത്തിൽ എല്ലാം തന്നത് അവർ രണ്ടുപേരും എന്നാണ് ആദിത്യൻ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നത്. എനിക്ക് ഉണ്ടായിരുന്നു. ആദിത്യൻ ഈ സീരിയൽ ചെയ്യരുത് എന്നും പറഞ്ഞു. എന്റെ കൈയും കാലും തല്ലി ഒടിക്കാൻ പ്ലാൻ ചെയ്ത ആളുകൾ വരെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഞാൻ രഞ്ജിത്ത് സാറിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തതുകൊണ്ടാകണം അത്തരത്തിൽ ശത്രുക്കൾ ഉണ്ടായതെന്നാണ് ആദിത്യൻ മുൻപ് പറഞ്ഞിരുന്നത്. തമിഴ് പരമ്പരയുടെ റീമേക്കായിട്ടാണ് സാന്ത്വനം എത്തുന്നത്. എങ്കിലും മലയാളികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ അതിനെ എത്തിച്ചതിൽ 3/4 പങ്കും സംവിധായകൻ ആദിത്യന്റേത് തന്നെയായിരുന്നു. എന്നും കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സംവിധായകനായിരുന്നു അദ്ദേഹം. ഒട്ടേറെ കഥാപാത്രങ്ങളെ എന്നെന്നും സീരിയൽ പ്രേമികളുടെ മനസ്സിൽ താങ്ങി നിൽക്കാൻ പാകത്തിൽ സീരിയൽ സംവിധാനം ചെയ്യുന്നു എന്നതാണ് ആദിത്യനെ ആരാധകർ നെഞ്ചേറ്റാൻ കാരണവും. ഇക്കഴിഞ്ഞ ജൂൺ 19 ആദിത്യൻ മരിച്ച് 1.5 വർഷം പിന്നിട്ടത്. അദ്ദേഹത്തിന്റെ മരണം നൽകിയ വേദനയുടെ ഓർമ്മയിൽ ആണ് രോണുവും മക്കളും ജീവിക്കുന്നത്. 1.5 വർഷം മുൻപാണ് അദ്ദേഹം വിട പറയുന്നത്. ഏറെ മിസ് ചെയ്യുന്നു. നന്നായി പാട്ടുപാടുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം ഞാൻ പാട്ട് പാടുമോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് വരികൾ എനിക്ക് പാടിത്തന്നു എന്നും പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ടും രോണു സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത്. രേണു സുധിയെ പോലെ രോണു ആദിത്യനാകട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് താരപത്നി പങ്കുവച്ച ഒരു പോസ്റ്റും ഈ അടുത്ത് ശ്രദ്ധ നേടിയിരുന്നു. അവാർഡുകളേറെ വാരിക്കൂട്ടിയ പരമ്പരയാണ് സാന്ത്വനം. രജപുത്രയുടെ ബാനറിൽ ഒരുങ്ങിയ പരമ്പര. വാനമ്പാടിയുടെയും അമരക്കാരനായിരുന്നു ആദിത്യൻ. തമിഴ് സീരിയലിന്റെ റീമേക്കാണ് സാന്ത്വനം. അതിനെ മലയാളത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആദിത്യന് ഉള്ളതാണെന്നാണ് സഹപ്രവർത്തകർ പോലും പറഞ്ഞിരുന്നത്. ശിവാഞ്ജലി പ്രണയത്തിന്റെ സീക്വൻസുകൾ അത്രയും മനോഹരമായിട്ടാണ് ആദിത്യൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സാന്ത്വനം ഒരു 1000 എപ്പിസോഡ് വരെ പോകണമെന്ന്
ഇനി തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് മുൻപൊരു അഭിമുഖത്തിൽ ആദിത്യൻ പറഞ്ഞിരുന്നു. എത്ര കാലം പോകുമെന്നൊക്കെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, പോകുന്നിടത്തോളം പോകട്ടെ എന്നായിരുന്നു ആദിത്യൻ പറഞ്ഞ വാക്കുകൾ. അതേസമയം തന്നെ നല്ലൊരു സിനിമാ കഥയും ആദിത്യന്റെ പക്കൽ ഉണ്ടായിരുന്നു. മെഗാ സീരിയൽ സംവിധാനം ചെയ്യുന്ന ആള് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അത്തരം പരാതികൾ ഉണ്ടാകാതെ ഒരു സിനിമ എത്തിക്കാനായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചത്. സിനിമയുടെ ചർച്ചകളും കാര്യങ്ങളും ഏതാണ്ട് പാതിവഴിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എന്നാണ് സഹപ്രവർത്തകർക്കും ആരാധകർക്കും അന്ന് പറഞ്ഞത്. കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് ആദിത്യൻ. ഏറെക്കാലമായി തിരുവനന്തപുരത്ത് പേയാട് ആയിരുന്നു താമസം. പുതിയ വീടിന്റെ പണികൾ നടന്നു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്.